നരേന്ദ്രമോദിയെ ആനയിക്കാൻ ആരവങ്ങളും നെറ്റിപ്പട്ടവും ചെണ്ടമേളവുമൊക്കെയായി കാത്തിരിക്കുകയാണ് തൃശൂരിലെ ബി.ജെ.പിക്കാർ. ബി.ജെ.പി രണ്ടും കൽപ്പിച്ച് കൊഴുപ്പിക്കാൻ തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ബി.ജെ.പി പരിപാടിക്കായി കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മിനി പൂരമൊരുക്കാൻ പാറമേക്കാവ് ദേവസ്വത്തിന്റെ തീരുമാനത്തെക്കുറിച്ചാണ്. ജനുവരി 3 നടക്കുന്ന നരേന്ദ്രമോദിയുടെ റോഡ് ഷോ സമയത്താവും മിനി പൂരവും ഒരുക്കുക. മിനി പൂരം നടത്തിപ്പിനായി പാറമേക്കാവ് ദേവസ്വം സുരക്ഷാ അനുമതി നൽകിയിട്ടുണ്ട്. അനുമതി ലഭിച്ചാൽ പാറമേക്കാവ് ക്ഷേത്രത്തിനു മുന്നിൽ മിനി പൂരം നടത്തും. 15 ആനകളെ അണിനിരത്തി 200ഓളം പേരുടെ മേളവും മിനി പൂരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കാനാണ് ആലോചന. 1986 മാർപ്പാപ്പ തൃശൂരിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ മിനി പൂരം അവതരിപ്പിച്ചിരുന്നു. പൂരം നടത്തിപ്പിന്റെ എക്സിബിഷൻ സെന്ററിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് മിനി പൂരത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തറവാടക സംബന്ധിച്ച പ്രതിസന്ധി ഇതുവരെ നീങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം സർക്കാർ വിളിച്ച യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയത്തിൽ കോടതി ഇടപെടലുണ്ടായതിനാൽ കോടതിയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും മാധ്യമങ്ങളോട് പറഞ്ഞു. പൂരം നടത്തിപ്പിന് തടസ്സമാകുന്ന ഒന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണനും ഉറപ്പു നൽകിയിട്ടുണ്ട്. പൂരം എക്സിബിഷൻ നടത്തിപ്പിനായി സൗജന്യമായി സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ടി.എൻ. പ്രതാപൻ എം.പിയും പറഞ്ഞു. വർദ്ധിച്ച തുകയാണ് തീരുമാനിക്കുന്നതെങ്കിൽ കടുത്ത നിലപാടെടുക്കുമെന്നും തിരുവമ്പാടി പ്രസിഡന്റ് സുന്ദർ മേനോനും വ്യക്തമാക്കി. അതേസമയം പൂരം നടത്തിപ്പിന് തുക കണ്ടെത്താൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്ന് നടത്തുന്ന എക്സിബിഷന് തറവാടക ഈടാക്കുന്നത് അനീതിയാണെന്നും വാടക വർദ്ധിപ്പിക്കരുതെന്നല്ല വാടക ഈടാക്കാനേ പാടില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും ഭക്തരിൽ നിന്ന് വാടക ഈടാക്കാൻ ദേവസ്വത്തിന് അധികാരമില്ല. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലായിരിക്കണം ദേവസ്വത്തിന്റെ ശ്രദ്ധ. അല്ലാതെ ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കാൻ പ്രയത്നിക്കുന്ന വിശ്വാസികളെ കൊള്ളയടിക്കലാവരുതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ക്ഷേത്രാചാരവുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് വാടക ഈടാക്കുന്നതിൽ ആരുമെതിരല്ല. പക്ഷേ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. തൃശൂർ പൂരത്തിന്റെ പ്രൗഢി നിലനിർത്തുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിനു പകരം അവരെ ദ്രോഹിക്കുകയാണ് ദേവസ്വം ചെയ്യുന്നത്. തൃശൂർ പൂരത്തെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും പാറമേക്കാവ് തിരുവമ്പാടി ദേശങ്ങളും പൂരപ്രേമികളും ഒപ്പം നിന്ന് നേരിടും. പൂരം പ്രതിസന്ധിയിലാക്കി ഭരണമുന്നണിയിലെ ചിലർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാനുള്ള നാടകത്തിന്റെ ഭാഗമാണോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കടുംപിടുത്തത്തിന് പിന്നിലെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചിരുന്നു. അതേസമയം മോദിയുടെ കേരളത്തിലേക്കുള്ള വരവ് ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. ക്രൈസ്തവ നേതാക്കളെ വീണ്ടും നേരിട്ട് കാണാൻ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം. ഇത്തരമൊരു കൂടിക്കാഴ്ച ക്രിസ്തുമസ് ദിനത്തിൽ കഴിഞ്ഞതാണ്. എന്നാൽ ക്രൈസ്തവ വോട്ട് ഉറപ്പിക്കാൻ മോദി വീണ്ടും എത്തുകയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ ഉറച്ച പ്രതീക്ഷ. ഇടക്കാലത്ത് മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായുള്ള പാർട്ടിയുടെ അകൽച്ച വർദ്ധിപ്പിച്ചുവെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഇത് മറികടക്കാനാണ് പുതിയ നീക്കവുമായി ബി.ജെ.പി രംഗത്ത് വരുന്നത്. അതിന്റെ ആദ്യഘട്ടമായാണ് പ്രധാനമന്ത്രി ക്രിസ്തുമസ് വിരുന്ന് സംഘടിപ്പിച്ചത്. പരിപാടി സംഘടിപ്പിച്ചത് ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തെ ലക്ഷ്യമിട്ട് തന്നെയാണ് നീക്കമെന്ന് ബി.ജെ.പി പ്രഖ്യാപനത്തിൽ നിന്നും വ്യക്തമാണ്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ വോട്ട് ബാങ്കുള്ള ഒരു സമുദായത്തെ കൂടെ നിർത്തുന്നതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ജനകീയ പ്രതിച്ഛായയുള്ള പ്രധാനമന്ത്രിയെ തന്നെ ബി.ജെ.പി രംഗത്തിറക്കുന്നത് എന്നതും പകൽ പോലെ വ്യക്തമാണ്.